ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് സദ്യകളിലെല്ലാം ലഭിക്കുന്ന പോലെയുള്ള നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വാഷ് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തിയിട്ട് നന്നായി തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സാമ്പാറിലോട്ടുള്ള കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ, ഒരു ചെറിയ പീസ് മത്തങ്ങ, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ചേന, ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു 2 മുരിങ്ങക്കായ, പിന്നെ ഒരു സവോള, ഒരു തക്കാളി, 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു 10 വെണ്ടക്കായ അത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വേവിച്ചെടുക്കണം. വെണ്ടക്കായ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ആദ്യം ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. പരിപ്പ് ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി തന്നെ വെന്ത് വരണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ച കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയല്ല എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പുളി ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയെല്ലാം നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 വിസിൽ വരുത്തി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി സാമ്പാറിലോട്ടുള്ള വെണ്ടക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 വെണ്ടക്കായ കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടക്കായ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഫ്രൈ ചെയ്യാതെ സാമ്പാറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ടക്കായ എല്ലാം ഇവിടെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിലോട്ടൊരു 6 ചെറിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി, 1 ടീസ്പൂൺ പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. കടലപ്പരിപ്പിന് പകരം സാമ്പാർ പരിപ്പ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഇതൊന്ന് കരിഞ്ഞു പോകാതെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ഇപ്പോൾ ഇവിടെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കരിയാതെ ഇതുപോലെ നമ്മളൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോഴാണ് സാമ്പാറിന് നല്ലൊരു കളർ കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം.
ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്തരച്ച് വെച്ച തേങ്ങയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഈ സമയം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടാണ് ലാസ്റ്റിൽ കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സാമ്പാർ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് ഇനി താളിച്ചെടുക്കാം. സാമ്പാർ താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരണം. ഇപ്പോൾ കടുക് ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് അല്പം വേപ്പിലയും 3 ഉണക്കമുളക് കട്ട് ചെയ്ത് വെച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്